ട്രിപ്പ് പ്ലാൻ ഇട്ടു വാഗമണ്ണി പോകാൻ വേണ്ടി. അപ്പോൾ ഒരു നൈറ്റും 2 ഡേയും ഞങ്ങൾ വാഗമണ്ണി പോയി. അപ്പോൾ ചേച്ചി വരുന്നില്ല എന്ന് പറഞ്ഞാ. അപ്പോൾ ചേച്ചിക്ക് കള്ള് വേണമെന്ന് പറഞ്ഞു. അപ്പോൾ ഞാൻ പറഞ്ഞു നമുക്കിത് തപ്പട്ടെ എന്ന് പറഞ്ഞ് ഞാനൊരു ഫ്രണ്ടിനോട് ചോദിച്ചിട്ട് കള്ള് ഷാപ്പ് എവിടെയെന്ന് വെച്ചാൽ തപ്പി ഗൂഗിളിൽ തപ്പി മുല്ലപ്പന്തലുണ്ട് പെരുമ്പാവൂര്, എറണാകുളം ജില്ലയിൽ തൃപ്പൂണി നിറഞ്ഞൊരു മുല്ലപ്പന്തലുണ്ട്. അവിടെ പോയിടാം കേക്കിട്ടാ. അവിടെ പോയി എന്നെ കൊണ്ട് പറ്റുന്ന ട്രീറ്റ് എല്ലാം ഞാൻ ചേച്ചിക്ക് തയ്യാറാക്കി കൊടുത്തു. കള്ളും പനകള്ളും മുന്തിരിക്കല്ലും എല്ലാ കള്ളും ഞാൻ മേടിച്ചു കൊടുത്തു. ഫുഡൊക്കെ ഞാൻ മേടിച്ചു കൊടുത്തു. അപ്പം എൻ്റെ സ്വന്തം കൂടപ്പറപ്പാണ്. എൻ്റെ അപ്പൻ വേറെ, ചേച്ചിയുടെ അപ്പൻ വേറെ ഒന്നുമല്ല. ഞങ്ങളുടെ രണ്ടൊരു അമ്മ ഒന്ന് അപ്പനും ഒരേ ബ്ലഡ് തന്നെയാണ്. എന്നിട്ട് എൻ്റെ ചേച്ചിയല്ലേ ഞാൻ എന്താക്കി, തുണിയില്ലാത്ത വീഡിയോസൊന്നും അല്ലല്ലോ. ചേച്ചി തന്നെ പറഞ്ഞു വീഡിയോ എടുത്തോളാം. ഞാൻ ചേച്ചിയുടെ കൂടെയുള്ള വീഡിയോയും എൻ്റെ മക്കള്, ഞാൻ, അമ്മ, ചേച്ചി ഉള്ള വീഡിയോസ് ഞാൻ അതെടുത്ത് ടിക്ടോക്കിൽ പോസ്റ്റി. ഇൻസ്റ്റയിൽ ഞാൻ പോസ്റ്റാറില്ല. കാരണം ചേച്ചിയുടെ കാമുകം എന്ന് പറഞ്ഞാൽ ആ കാട്ടാളെ കണ്ടാലോ ഒരു പ്രശ്നം വേണമെന്ന് വെച്ചിട്ട് ഞാൻ ഇൻസ്റ്റയിൽ പോസ്റ്റാറില്ല. ടിക്ടോക്കിൽ പോസ്റ്റ് എനിക്ക് അവനെ പഠിക്കേണ്ട ആവശ്യമൊന്നുമില്ല. ഓക്കെ, എനിക്ക് എൻ്റെ ചേച്ചീനെ മാത്രം നോക്കിയാൽ മതി. ഞാൻ എൻ്റെ വീഡിയോ പോസ്റ്റ് കഴിഞ്ഞ് ഞങ്ങൾ വാഗമണ്ണി പോയി കഴിഞ്ഞപ്പോൾ ചേച്ചിക്ക് 4 കുപ്പി ബീർ മേടിച്ച്, അമ്മച്ചിക്ക് ഒരു കുപ്പി മേടിച്ച്, അങ്ങനെ റൂമൊക്കെ എടുത്ത്, ഹോട്ടൽ റൂമൊക്കെ എടുത്ത് 14,000 രൂപയുടെ വലിയ റൂമൊക്കെ എടുത്തത്. അങ്ങനെ ചേച്ചി ഫിറ്റായി, ചേച്ചി ഡാൻസൊക്കെ കളിച്ചു, ലൈവൊക്കെ ഇട്ടുണ്ടായിരുന്നു. അങ്ങനെ എല്ലാം കഴിഞ്ഞ് കഴിഞ്ഞപ്പോൾ തിരിച്ച് വീട്ടിൽ വന്നിട്ട് ഞാൻ ഇങ്ങോട്ട് പോരുന്നതിന് കുറച്ച് ദിവസം മുന്നേ ചാച്ചൻ വന്നു. ചാച്ചൻ്റെ കൂടെ ഞങ്ങൾ ചെറായി പോയി കുളിയൊക്കെ കഴിഞ്ഞ് വണ്ടിയിൽ ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുക കേട്ടോ. വീട്ടിലെത്തിയപ്പോൾ എനിക്ക് കോള് വരിക. ചേച്ചി വിളിച്ചിട്ട് പറയാ, അമ്മച്ചി ബിജി എന്തെന്ന് ചോദിച്ചു. അപ്പോൾ അമ്മച്ചോട് ബിജി ഇവിടെ ഉണ്ട്, ഒന്ന് കൊടുത്താൽ അവിടെ കയ്യിൽ വെച്ചു. ഞാൻ എന്ത് ചേച്ചിന്ന് ചോദിച്ചു. ഒരു കുഴപ്പമില്ലായിരുന്നു അതുവരെ. എന്ത് ചേച്ചിന്ന് ചോദിച്ചു. എന്നിട്ട് ഒറ്റയടിക്കിനോട് പറയാ, ബിജി നീ എന്ത് വീഡിയോ ആയാൽ എൻ്റെ പോസ്റ്റ്, എനിക്ക് ആ വീഡിയോ ഡിലീറ്റ് ആക്കാൻ. ഞാൻ പറഞ്ഞു എന്ത് വീഡിയോ ബിജി, ഒന്ന് തോന്നലേടി എന്നോട്, നീ ഞാൻ തമ്മിലുള്ള വീഡിയോ ഒന്ന് ഡിലീറ്റ് ആക്കും. ഞാൻ പറഞ്ഞു എന്ത് കാര്യത്തിന്. അത് ബിജി ആ ചേച്ചിയുടെ കല്യാണം കഴിക്കുമ്പോൾ ചെറുക്കൻ്റെ ചേട്ടൻ്റെ ഭാര്യയുടെ ഫോളോയ്ക്ക് ഈ ടിക്ടോക്ക് സോഷ്യൽ മീഡിയയുടെ ഗൾഫ് കൺട്രിയിലുള്ള കാര്യം വീഡിയോസ് എടുത്ത് അവരെ വാട്സപ്പിൽ സെൻഡ് ആക്കിയിട്ട് പറയാ, അയ്യേ ഈ ബിജിയുടെ ചേട്ടത്തിനെയാണോ ആജി കല്യാണം കഴിക്കാൻ പോണേന്ന്. അപ്പം ഈ ചേട്ടത്തമ്മ എന്താക്കി, ചേച്ചിനെ ഭീഷണിപ്പെടുത്തി എൻ്റെ അനീതിയോട് വിളിച്ച് പറ, നീയും അനീതിയും കൂടെ നിൽക്കുന്ന ഫോട്ടോ ഡിലീറ്റ് ആക്കണം, വീഡിയോ ഡിലീറ്റ് ആക്കണം, നിങ്ങൾ അവരിൽ ബന്ധം ഉണ്ടാവാൻ പാടില്ല, അനീതി നിങ്ങൾക്ക് ഒരു അനീതി ഇല്ല എന്നൊക്കെ ചേട്ടത്തിയപ്പോൾ പറയിപ്പിച്ചു. എന്നിട്ട് ചേച്ചിയോട് പറഞ്ഞു വീഡിയോ എടുക്കുന്നത്. ഞാൻ പറഞ്ഞു. അപ്പം ഞാൻ ചോദിച്ചു, അമ്മച്ചി ചോദിച്ചു നിന്റെ അറിവോടെ അല്ല അവൾ വീഡിയോ എടുത്തത് എന്ന് ചോദിച്ചു. അപ്പം അമ്മച്ചോട് പറഞ്ഞു, എനിക്ക് നിങ്ങളൊരു അനീതിയില്ല, ഇങ്ങനെ തള്ളയില്ല, അമ്മച്ചി ചേച്ചിക്ക് കാമുകനെ മതിയെന്ന്. എന്നിട്ട് പറയാന്ന് ഇതൊരു അജിയുടെ ഫോണിൽ എത്തിയിട്ടില്ല, അജി ആത്മഹത്യ ചെയ്യുന്നു. ഞാൻ പറഞ്ഞു അങ്ങനെ കൊണ്ടുപോയി ചേച്ചി പൂർവ്വം ആത്മഹത്യ ചെയ്തിട്ട് കേസ് കൊടുക്കാൻ പറഞ്ഞു. ഞാൻ ഡിലീറ്റ് ആക്കാൻ പോയി, ഇപ്പോഴും എൻ്റെ അക്കൗണ്ടിൽ കിടക്കണം. എൻ്റെ അക്കൗണ്ടിൽ കിടക്കണം, ഞാൻ അതിന് ഡിലീറ്റ് ആക്കണം. അതിൻ്റെ പേരിലുണ്ടല്ലോടാ അമ്മച്ചീനെ ഇങ്ങനെ ഒരു അമ്മയില്ലാന്ന് പറഞ്ഞു, ഞാനില്ലെന്ന് പറഞ്ഞു. എന്നിട്ട് ഞാൻ ഇവിടേക്ക് പോരാൻ നിന്നതും ഇന്ന് കല്യാണമായി. എന്നിട്ട് ഞാൻ ഇന്ന് നല്ല ദിവസമായിരുന്നു. ഞാൻ അമ്മേനെ കുറച്ച് ചീത്ത പറഞ്ഞു. അമ്മച്ചോട് ഞാൻ പറഞ്ഞു എനിക്കില്ലാത്ത ബന്ധം അമ്മച്ചിക്ക് എന്തിനാന്ന് വെച്ചു. എൻ്റെ മക്കളേനെയും ഞാൻ ചെല്ലും കൊടുക്കുന്ന അമ്മച്ചിക്ക് ഞാൻ പറയണത് കേൾക്കാൻ പാടുള്ളൂ. ചേച്ചിക്ക് അമ്മച്ചിനെ വേണ്ട എന്ന് പറഞ്ഞ സ്ഥിതിക്ക് എന്നോട് പോലും പറയാത്ത ആളുടെ കല്യാണത്തിന് എന്തിനു അമ്മച്ചി പോകണം? എന്തിനു പോകണം? ഞാൻ പോകണ്ടെന്ന് പറഞ്ഞു. പോയി കഴിഞ്ഞാൽ ഞാൻ ഇപ്പം ടിക്കറ്റ് എടുക്കും, ഞാൻ നാളെ കയറി വരും, ഞാൻ എൻ്റെ മക്കളെ 3 പേരെ ഹോസ്റ്റലിലാക്കും പറഞ്ഞു. ഇപ്പം ഈ സമയം വരെ എന്നോട് അമ്മച്ചി കൊണ്ടിട്ടില്ല. പോവാത്തതിൻ്റെ വാശി ഞാൻ വിട്ടില്ല, പോകണ്ടെന്ന് പറഞ്ഞു. പാച്ചുവിനറിയോ ആ വീട് പിരിക്കുന്ന വീട് അത് എത്ര ലക്ഷം രൂപ മുടക്കി അത്രയും ഞാൻ ആക്കി കൂട്ടിയത്. ഞാൻ ബഹറി കിടന്നപ്പോൾ ഉണ്ടാക്കിയതാ. ആ വീട്ടിലൊരു അടുപ്പുണ്ടായില്ല, ഒരു മതിലുണ്ടായിരുന്നില്ല, ഒരു പെയിന്റ് അടിച്ചൊരു തേക്കാത്ത വീടായിരുന്നു. ഞാനാണ് അത്ര ആക്കി കൊടുത്തത്. എത്ര ലക്ഷം രൂപ ആ വീടിന് ഞാൻ മുടക്കിയിട്ടുണ്ടെന്നറിയോ? ആ കുടുംബം കളിക്കണത് ആരാ? ചേട്ടത്തിയമ്മ എന്ന് പറഞ്ഞാൽ പൂരി മോള്. അതിന് ഇവിടെ ലൈവ് നടക്കുന്നത് ഫുള്ളും ഉണ്ട്. ഞാനിവിടെ ഈ പറയണത് ഫുള്ളും ഇവിടുന്ന് റെക്കോർഡ് എടുത്തിട്ട് നാട്ടിൽ കിടക്കണ ഏതോ പൂരിയുടെ വാട്സപ്പിക്ക് സെൻഡ് ചെയ്ത് കൊടുക്കുക. എന്നിട്ട് അത് വിളിച്ച് ചേച്ചിയോട് പറയാ. ചേച്ചി വിളിച്ചിട്ട് വയ്യാത്ത അമ്മച്ചിയോട് പറയാ. എന്നിട്ട് അമ്മച്ചി എന്നെ പറയാ. എന്നിട്ട് എൻ്റെ മക്കളെ ഇതാക്കുക.
എനിക്ക് എത്ര കൂടുതൽ വീട് വെച്ച് കഴിഞ്ഞാൽ എനിക്ക് സമാധാനം വരും. ഇനിയിപ്പോൾ ആ വീട് സ്ഥലം എനിക്ക് കിട്ടുമെന്ന് തോന്നുന്നില്ല. അപ്പം എൻ്റെ മുതലോ ചേച്ചി കൊണ്ടുപോയി, ഇനിയും മുതലും കൂടി കൊണ്ടുപോക്കട്ടെ. നമ്മൾ ആ പേരയ്ക്ക് പണിത് വെറും വേസ്റ്റ്. അല്ലെങ്കിൽ അത് നോക്കാൻ കാര്യം നമ്മളിന്ന് പുറം പോക്ക അടച്ചു. നമ്മൾ എത്ര ലക്ഷം രൂപയാണ് ആ വീടിന് വേണ്ടി ഞാൻ മുടക്കിയത്. എല്ലാ കൊല്ലം പോകുമ്പോൾ വാഷിംഗ് മെഷീൻ, ഫ്രിഡ്ജ് അതൊക്കെ ഞാൻ മേടിക്കുക. എന്നിട്ട് നമുക്കതിന് കിട്ടുന്നുണ്ടോ? അപ്പച്ചൻ്റെ മുതൽ 60 സെൻറ്റ് സ്ഥലം ഉണ്ടായിരുന്നു, അത് ചേച്ചിക്ക് കിട്ടി, അതും കൊണ്ട് അതെനിക്ക് ഒന്നും കിട്ടിയില്ല. ഇതും കൂടെ കൊണ്ടുപോക്കട്ടെ. ഞാൻ പറഞ്ഞു ചേച്ചി നോക്കട്ടെ, ചേച്ചിയുടെ പുതിയ മണവാളിനും ചേച്ചി കൂടെ അമ്മേനെ നോക്കട്ടെ. ഞാൻ എൻ്റെ 3 മക്കളെ കൊണ്ടുപോകും. എനിക്ക് പ്രഷർ കയറി കഴിഞ്ഞാണ്ടല്ലോ വീട് പണി അവിടെ കിടക്കും. ഞാൻ അവിടെ ഒരു റൂം എടുക്കും. ഞാൻ ഇവിടുന്ന് നാട്ടിൽ പോകും, ഒരാഴ്ച അവിടെ നിൽക്കും, മക്കൾ എൻ്റെ കൂടെ നിർത്തും, അവർ തിരിച്ച് ഹോസ്റ്റലാക്കും, തിരിച്ചങ്ങോട്ട് പോകും. ഞാൻ അങ്ങനെ ചെയ്യും. എനിക്ക് നല്ല തൻ്റെയുള്ള ഒരാളാണ് ഞാൻ. എനിക്ക് ആരും പേടിയില്ല. എന്നിപ്പോൾ എൻ്റെ അമ്മ വീട്ടിൽ നിന്ന് പറഞ്ഞു വിട്ട് കഴിഞ്ഞാൽ ഞാനത് ചെയ്യുള്ളൂ. എറണാകുളത്ത് ഒരു റൂം എടുക്കും, അവിടെ താമസിക്കും, മക്കളവിടെ ഒരാഴ്ച കൊണ്ടുവരും, ഞാനും മക്കളെ അടിച്ചു പൊളിക്കും, തിരിച്ച് മക്കളെ ഹോസ്റ്റലാക്കും, തിരിച്ച് ഞാനും കൊണ്ടും പോരും. ഇനി അതേ നടക്കുള്ളൂ. അതെ, ചേച്ചിയുടെ മാരേജ് കഴിഞ്ഞോ എത്ര പെട്ടെന്ന് പിടിയെടുത്ത് തീരുമാനം. ഞാൻ ഇവിടെ ഉള്ളപ്പോൾ വിളിക്കാൻ പറ്റിയില്ല. ഞാൻ ഇങ്ങോട്ട് പോലും നോക്കിയിരുന്നു കല്യാണം. ഞാൻ ചെയ്ത് പറഞ്ഞത് ശരിയല്ലേ? നമ്മുടെ ഇപ്പം ദിൽസിൻ്റെ വീട്ടിൽ ദിൽസ് ചെല്ലും കഴിഞ്ഞ് കൊടുക്കുമ്പം ദിൽസ് പറഞ്ഞാൽ കേൾക്കാൻ പാടുള്ളൂ, പോവരുത് എന്ന് പറഞ്ഞാൽ പോകാൻ പാടില്ല. എന്നിട്ട് ഇപ്പം എന്നോട് പിന്നണിയില്ല അമ്മച്ചി. ഇനി എന്നോടൊരു കാര്യം പറയില്ല, ചേച്ചിയുടെ കാര്യങ്ങളൊന്നും അമ്മച്ചി പറയില്ല. ഇന്ന് ചേച്ചിയുടെ ഫസ്റ്റ് കിളപ്പളേ കഴിഞ്ഞു. ഗോവയ്ക്ക് പോയിട്ട് ഫസ്റ്റ് ഡേറ്റ് എടുത്തി, വാഗമണ്ണി പോയി ഫസ്റ്റ് ഡേറ്റ് എടുത്തി. അവർ പോകാത്ത സ്ഥലങ്ങളൊന്നുമില്ല. ഇൻസ്റ്റാഗ്രാം പ്രണയമാണ്, ഇൻസ്റ്റാഗ്രാം പ്രണയം. എത്ര നാളത്തേക്ക്? ഞാൻ അവിടെ പോയി, ഞാൻ എൻ്റെ വീട്ടിൽ പോയി, നാട്ടിൽ പോയിട്ട് ചേച്ചിക്കും എല്ലാവർക്കും നല്ല ട്രീറ്റ് ചെയ്ത് ലാസ്റ്റ് എനിക്കല്ലേ കിട്ടി പാല. ഇപ്പം നല്ല നല്ല അറിയില്ലേ, അനിയത്തിയെ നാറ്റിച്ചില്ലേ? ഇല്ല, ഞാൻ അടർന്ന് അടിച്ചപ്പോൾ എൻ്റെ മനസ്സിലൊന്നും ഇരിക്കൂല. അല്ലെ എന്തെങ്കിലും ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ വലിച്ചു ചെയ്താൽ ഭിത്തിയിൽ കൊടുക്കും. അതിപ്പോൾ ചേച്ചി നല്ല അമ്മ നല്ല അപ്പനൊന്നുമില്ല. തിരിച്ച് എന്നും എത്ര എത്തി ഞാൻ മിണ്ടാത്. നമ്മളെ ദ്രോഹിക്കുന്നത് എന്തിനാ? ഏതോ വേട്ടവാളിന് വേണ്ടിയിട്ട് സ്വന്തം അമ്മേനെയും കൂടെ പറമ്പിനും തള്ളി പറഞ്ഞ സ്ത്രീ. ഇന്നലെ കരഞ്ഞ് കരഞ്ഞ എൻ്റെ കണ്ണ് ഫുള്ളും പോയി, സൗണ്ടും പോയി. ഇന്നലെ എൻ്റെ ജീവിതത്തിൽ ഇത്ര ഞാൻ കരഞ്ഞിട്ടില്ല. ഇത് കള്ളല്ലടോ, സോഡയാ. ഓഹ്, ഞാൻ കള്ള് മേടിച്ചത്. ഞാൻ 2 ദിവസം കള്ള് കുടിച്ചത് അത് എൻ്റെ മനസ്സിലെ വിഷമോണ്ട് കുടിച്ചതാ. ചേച്ചിക്ക് ഒരു മോനില്ലേ, എനിക്ക് 2 ആൺപിള്ളേരുണ്ട്. ചേച്ചിയുടെ ഫോട്ടോ പോസ്റ്റ് ചെയ്തതിനല്ലേ പ്രശ്നം. കള്ള് കുടിക്കുന്ന ഫോട്ടോ ചേച്ചിയുടെ കൂടെ ഇട്ടതാ. പിന്നെ എൻ്റെ ചേച്ചിയുടെ കൂടെ ചിലപ്പോൾ ഞാൻ കള്ള് കുടിക്കണതും എടുക്കും, അല്ലാത്തതും എടുക്കും. എന്തേ? നിന്ന് തന്നിട്ടല്ലേ? ഇത്ര പേടിയുള്ളതാണെങ്കിൽ കൂടെ നിൽക്കുമോ? അല്ലേ? ഇത്ര പേടിയുള്ള ആളാണെങ്കിൽ എൻ്റെ കൂടെ നിൽക്കരുതേണ്ടു. നിന്ന് തന്നിട്ട് ഇപ്പം ഡിലീറ്റാക്കാനാ. പിന്നെ ഇത്ര പേടിയുള്ളത് നിന്ന് തരരുതായിരുന്നു.